തലസ്ഥാന നഗരിയെ വൃക്ഷസമ്പന്നമാക്കാൻ വിത്തുബന്ധുമായി തിരുവനന്തപുരം നഗരസഭ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ വിത്തുബന്ധുണ്ടാക്കി. പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണും വളവും കുഴച്ച അതിൽ പലവിധ വൃക്ഷങ്ങളുടെ വിത്തുകൾ പാകി കുട്ടിക്കൂട്ടങ്ങൾ പന്തുണ്ടാക്കി. അതാണ് വിത്തുപന്ത്. കുട്ടികളുണ്ടാക്കിയ പന്തുകൾ നഗരപരിധിയിലെ വിവിധയിടങ്ങളിൽ നിക്ഷേപിക്കും. പന്തുകളിൽ നിന്ന് മുളപൊട്ടി വൃക്ഷങ്ങൾ വളരും. 2050 തലസ്ഥാന നഗരത്തെ കാർബൺ രഹിതമാക്കുകയാണ് വിത്തുപന്തിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്തിൽ വെച്ച് നടന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികളുണ്ട്. അവയെ അതിജീവിക്കുന്നതിനായി നാം ഏറ്റെടുത്ത് നടപ്പാക്കേണ്ട പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളുണ്ട്. ഇതിനെല്ലാം നല്ല തോതിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന പരിപാടിയാണ്. നഗരത്തെ കാർബൺ രഹിതമാക്കുന്നതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ആഘാതങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. മണ്ണ് കുഴച്ച് അതിൽ സീഡ് വെച്ച് അങ്ങനെ ഒരു സീഡ് ബോൾ ഉണ്ടാക്കിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ, അതിൽ പല ആളുകളും മണ്ണിൽ തന്നെ കളിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവർക്കൊരു വ്യത്യസ്തമായ അനുഭവമാണ്. വിവിധ സ്കൂളുകളിൽ നിന്ന് 7000-ഓളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വീട്ടിൽ നിന്ന് നട്ടിട്ട് ചെടിയിൽ വെള്ളം ഒഴിക്കണം. കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് വിത്ത് പൊടിക്കണം. കൊള്ളായിരുന്നു. ചെടി നടണം, അത്രയും ഗ്രീനറി ആക്കെ. മണ്ണ് ഇത് സീഡ് ബോളൊക്കെ ചെയ്ത് പിന്നെ ഈ പ്രോഗ്രാം കാണാൻ ഇവിടെയൊക്കെ വന്നിരിക്കുന്നു. കൊള്ളായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടത്. ആദ്യമായിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിനെ കാണുന്നത്. ഇത്രയധികം കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയ വിത്തുപന്ത് പദ്ധതിക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാനായി. നഗരസഭ തയ്യാറാക്കിയ ഗ്രീൻ ബജറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി ഹരിത ബജറ്റ് അവതരിപ്പിച്ചത്. 24 തിരുവനന്തപുരം.